AD 18 ഹേറോദേസ് അന്തിപ്പാസാണ് സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്ററോളം താഴെയുള്ള ഈ പട്ടണം നിർമ്മിച്ചത്. റോമിലെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന തിബേരിയൂസിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പേര് നൽകിയത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒട്ടേറെ പ്രധാന സംഭവങ്ങൾക്ക് ഇവിടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പത്രോസിന്റെ മത്സ്യം എന്നറിയപ്പെടുന്ന ഇത് ഗലീലി കടൽ തീരത്തെ ഹോട്ടലുകളിലെ ഒരു പ്രധാന വിഭവമാണ്. പത്രോസിന്റെ വലയിൽ നിന്ന് ചാടിപ്പോയ മത്സ്യങ്ങളുടെ പിൻഗാമികളാണിവ എന്നാണ് സങ്കല്പം. നസ്രത്ത് വിട്ടതിനു ശേഷം ദൈവരാജ്യ പ്രഘോഷണത്തിന് കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലമാണ് കഫർനാം. അതിനാൽ ഈ സ്ഥലം യേശുവിൻ്റെ പട്ടണം എന്നും അറിയപ്പെടുന്നു. പത്രോസ്, മത്തായി, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങി യേശുവിൻ്റെ പ്രധാന ശിഷ്യന്മാരെല്ലാം ഈ പ്രദേശത്തു നിന്നുള്ളവരാണ്. സൗഖ്യത്തിൻ്റെ സ്ഥലം എന്നാണ് ഈ ഹീബ്രു പദത്തിൻ്റെ അർത്ഥം. വിശുദ്ധ പത്രോസിൻ്റെ ഈ വെങ്കല പ്രതിമ കഫർനാമിൻ്റെ പ്രവേശന കവാടത്തിനരികിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നിടത്താണ് പത്രോസിൻ്റെ ഭവനമുണ്ടായിരുന്നത്. ഇവിടെ വച്ചാണ് പത്രോസിൻ്റെ ഭാര്യാമാതാവിൻ്റെ അസുഖം യേശു സുഖപ്പെടുത്തിയത്. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തൻ്റെ മുന്നിലേക്ക് കട്ടിലോടുകൂടി കൊണ്ടുവന്ന തളർവാദ രോഗിയെ ഉൾപ്പെടെ ഒട്ടേറെ പേരെ യേശു ഇവിടെ വച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിൻ്റെ ഭവനത്തിന് മുകളിൽ തൂണുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ബീമുകളിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ പള്ളിയുടെ നിർമ്മിതി. അഷ്ടകോണാകൃതിയിലുള്ള ഈ കെട്ടിടം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്.